ഫോമയുടെ ന്യൂയോർക്ക് മെട്രോ റീജിയൻ ഉദ്ഘാടനം നടത്തപ്പെട്ടു. ഫോമ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ സാന്നിധ്യം കൊണ്ടും വിവിധ കലാപരിപാടികൾ കൊണ്ടും ഫോമ മെട്രോ റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനം വൻ വിജയമായി. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ തങ്ങൾ സ്ഥാനമേറ്റ 4 മാസത്തിനുള്ളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഫോമ ന്യൂയോർക്ക് മെട്രോ റീജിയന്റെ ഉദ്ഘാടന ചടങ്ങ് പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചതിന് RVP മാത്യു ജോഷുവ, എബ്രഹാം ഫിലിപ്പ്, ജോസ് വർഗീസ്, നാഷണൽ സെക്രട്ടറി കൂടിയായ പോൾ ജോസ് തുടങ്ങിയവരുടെ ടീമിന് ഫോമ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. റീജിയണൽ സെക്രട്ടറി ബോബി സ്വാഗതവും RVP മാത്യു ജോഷുവ ആമുഖ പ്രസംഗവും നടത്തി. To begin, I would like to introduce our Regional Vice President, Mr. Matthew Joshua. Through his commendable leadership, we are embarking on this important region initiative. Let us give him a warm welcome as he joins us. Mr. Matthew Joshua. Next, I am pleased to welcome our current former President, Mr. Baby Manakanel. His dedication, visionary leadership have been evident through various initiatives, and we are confident that under his guidance, FOMA will reach new heights. Welcome, Mr. Baby Manakanel. തികഞ്ഞ മനസ്സോടും തികഞ്ഞ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, എപ്പോഴും നേതൃത്വം കൊടുക്കുമ്പോഴും എത്ര വലിയ കമ്മിറ്റികൾ രൂപീകരിച്ചാലും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുടെ പങ്കാളിത്തം ഇല്ലെങ്കിൽ ആ സംഘടനയോ കൂടിവരവോ ഒന്നുമില്ല, ഏതുമില്ല. ഫോമയുടെ 2024-26 കാലയളവിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഫോമയുടെ തന്നെ ഏറ്റവും അതിശക്തമായ റീജൻ എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക് മെട്രോ റീജന്റെ ഒരു വലിയ കൂടിവരവായിട്ട് ഇന്ന് ഈ സായാഹ്നത്തിന് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വാക്കുകൾക്ക് അതീതനാണ്. It's customary tradition and culture to start the event with the lighting of the lamp by invoking light and seeking blessings for all the Metro Region activities. Next, I call upon Matthew Joshua to light the second light. Together to light the lamp. My apologies, I didn't follow the correct order. Next, I call upon Baiju, Sijil, Paul, and Anupama to light the next lamp together. All of you together. I see here Aniel George uncle, Baby Ural uncle here. Please come onto the stage. If I missed any of the former national leaders, please come onto the stage. I cannot see you from here. Pradeep. അമേരിക്കയിലെയും കാനഡയിലെയും ഫോമ പ്രവർത്തകർക്ക് വളരെ സന്തോഷം പകർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരെയും കൂടിയുള്ള ഒത്തുചേരലിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളിലും കഴിഞ്ഞ 4 മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. സിറ്റില് പാർക്കിലൂടെ ഇവിടെ കൊണ്ടുവന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഒരു പ്രോജക്റ്റ് 2,55,000 രൂപ ഫോമയുടെ ഏറ്റവും വലിയൊരു കൺവെൻഷനാക്കി ഹൂസ്റ്റണിൽ നടക്കുന്ന ആ കൺവെൻഷൻ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ 2008 മുതൽ ഫോമയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാണ് ഈ 3 ജില്ലകളിലും ആൾക്കാർ വന്നിരിക്കുന്നത്. ആ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പോട്ട് തുടരണം. ഫോമയെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് നടത്തുന്നു. ഗുഡ് ഈവനിങ്. ആദ്യമായി വളരെ പ്രൗഢഗംഭീരമായി ഈ ഒരു ഫോമ മെട്രോ റീജിയൻ്റെ ഇനാഗുറൽ ഇവന്റ് വളരെ മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ച ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് മാത്യു ജോഷുവയ്ക്കും എബ്രഹാം ഫിലിപ്പിനും ജോസ് വർഗീസിനും പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ മുത്ത് പോൾ ജോസ് ടീമിന് ഫോമ നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. വളരെയധികം നേതാക്കളെ സംഭാവന ചെയ്ത ഒരു റീജിയനാണ് മെട്രോ റീജിയൻ. ഫോമ എന്ന സംഘടന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ
പ്രവാസി അംബ്രല ഓർഗനൈസേഷനാണ്. ഫോമ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്കൻ മലയാളികൾക്കും കാനഡ മലയാളികൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ മലയാളികൾക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. ബേച്ചാർ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ എക്സിക്യൂട്ടീവ്സ് എല്ലാം തന്നെ ഞങ്ങൾ കേരളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ വിവിധ പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതുപോലെ തന്നെ നോർക്കയുടെ ഓഫീസ്, അങ്ങനെയുള്ള പല ഓഫീസുകളിലും ഞങ്ങൾക്ക് പോയി അമേരിക്കൻ മലയാളികളുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനും അതുപോലെ തന്നെ അമേരിക്കൻ മലയാളികൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാനും അവരോട് അഭ്യർത്ഥിക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. ഫോമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത 2 വർഷത്തേക്ക് 2.5 മില്യന്റെ ബഡ്ജറ്റുമായിട്ടാണ് ഫോമ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇത് സക്സസ് ആകണമെങ്കിൽ, ഇതിന്റെ പ്രവർത്തനങ്ങൾ സക്സസ് ആകണമെങ്കിൽ, ഫോമയെ ഉന്നതിയിൽ എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവർക്കും നമസ്കാരം. ഫോമയുടെ ഏറ്റവും ശക്തമായ റീജനായ മെട്രോ റീജന്റെ എല്ലാ സാരഥികൾക്കും സ്നേഹം നിറഞ്ഞ വന്ദനം. പ്രത്യേകിച്ച് ഇത്ര മനോഹരമായി ഈ റീജിയന്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത മാത്യു ജോഷുവായിക്കും എല്ലാ ടീം അംഗങ്ങൾക്കും, പോൾ ജോസിനും ടീം അംഗങ്ങൾക്കും എല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും, ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് മെട്രോ റീജിയൻ. കാരണം വളരെയേറെ സന്തോഷത്തോടും വളരെയേറെ കൃതജ്ഞയോടും കൂടിയാണ് മുൻ RVP എന്ന നിലയിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത്. എന്നേക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരും എന്നുള്ള വാക്യം ഇവിടെ അർത്ഥവത്തായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം RVP ശ്രീ മാത്യു ജോഷുവയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ശക്തമായ ഒരു ടീം മെട്രോ റീജിയനെ നയിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അന്ന് അത് ഇവിടെ അവർ തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. ഫോമയിലെ ഏറ്റവും 2 വലിയ റീജിയനുകളായ നിങ്ങളെല്ലാവരും, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ your unwavering support is what brings us back today over here. And again, I don't think all of us, 6 of us, have been able to go for any inaugural, and we all thought it was only right that we come back to the metro region, New York region, to show our support and say thanks to all of you. We are all there, the women are always there, but here's a chance for all of you to come out separately and we can all stand together and have a wonderful summit and all enjoying this evening. I'm very happy to see all 4 regionals are here. One is Midnight Landing, one is our own metro, next year Empire and New England. Why? Because we, the metro, are the best in the best in form. I wish our... I got a sneak preview up here. It was very impressive. I'm glad the rest of you thought I got to see it. So I'm Tom McKevitt, Deputy Presiding Officer of the Nassau County Legislature. For all of you from Nassau County, hello. From all of you not within Nassau County, I say welcome. I encourage you, move into Nassau. ബുക്ക് ഓഫ് ഡെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 13-ാം നൂറ്റാണ്ട് എഴുതിയൊരു ബുക്കുണ്ട്. അതിനകത്ത് മരിച്ചവരെല്ലാം അവരുടെ ഹൃദയവുമായിട്ട് ലൈഫ് ആഫ്റ്റർ ഡെത്തിൻ്റെ ഓണറായ ഗോഡ് ഒസിരീസിൻ്റെ അടുത്ത് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ അവർ ഒരു പേടകത്തിൽ അവരുടെ ഹൃദയമായിട്ടാണ് അവരെ അടക്കം ചെയ്യുന്നത്. ആദ്യം തന്നെ അവർ ഹോൾ ഓഫ് ജഡ്ജ്മെൻറ്റിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ അവർ പറയണം, അവർ വ്യക്തമാക്കണം അവർ ചെയ്തിട്ടില്ലാത്ത 42 പാപങ്ങളെക്കുറിച്ച്. It gives me great pride. I'm very honored to be here for the inauguration of your Women's Forum. As was said, it is the women who do all the work. No, I'm just kidding. But obviously, women support the families, support the communities, and I'm always so impressed with how you all do so much for our community here, supporting our families here in Nassau County and also at home in India. So thank you for how much you give to your own families and to our community. And thank you to all. വളർച്ച ഇന്നിവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. തീർച്ചയായും നേതൃത്വത്തിൽ നാഷണൽ ലീഡർ പോൾ ജോസിൻ്റെ നേതൃത്വത്തിൽ ഈ റീജിയൻ വളരുകയാണ്, വലുതാവുകയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എല്ലാവരും
എല്ലാവരോടും സഹകരിച്ച എല്ലാവരോടുമായ നന്ദി അറിയിക്കുന്നു. തുടർന്നും എല്ലാ സംഘടനകളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.